സുഹൃത്തേ, നിങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ മുഖം മാത്രമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ചെറിയ ടെക്നിക്കാണ്. പക്ഷേ ഇത് ശരിയായി ചെയ്താൽ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. അതാണ് മിറർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യാറുണ്ട്. എനിക്ക് പറ്റുമോ? ഞാൻ ക്യാപ്പബിൾ ആണോ? പക്ഷേ നിങ്ങൾ നിങ്ങളുടെ റിഫ്ലക്ഷനോട് നേരിട്ട് സംസാരിച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ അതിനൊരു സീരിയസ് മെസ്സേജായി സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് സ്ലോലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. വാട്ട് ഈസ് മിറർ ടെക്നിക്ക്? മിറർ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ ഗോൾസ്, ഡിസയേഴ്സ്, അഫർമേഷൻസ് ഇതൊക്കെ പറയുന്നതാണ്. ഇത് സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും സെൽഫ് ഡൗട്ട് കുറയ്ക്കാനും സഹായിക്കും നമ്മളെ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ വേർഷനോട് സംസാരിക്കുകയാണ്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യും എന്ന് നോക്കാം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത് അതിനെ റിയാലിറ്റി ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ മിററിൽ നോക്കി ഐ ആം കോൺഫിഡൻറ്റ് എന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ തോട്ട് പതുക്കെ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയായി മാറും. മിറർ നമ്മളെ അവോയ്ഡ് ചെയ്യാൻ അനുവദിക്കില്ല. നമ്മളെ ഫേസ് ചെയ്യേണ്ടി വരും. അതാണ് ഈ ടെക്നിക്ക് പവർഫുള്ളാക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രാക്ടീസിങ് മെത്തേഡ് നോക്കാം. സ്റ്റെപ്പ് 1, ഒരു ക്വയറ്റായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 2, മിററിൻ്റെ മുമ്പിൽ നിൽക്കുക. നിങ്ങളുടെ കണ്ണിലേക്ക് നേരെ നോക്കുക. സ്റ്റെപ്പ് 3, നിങ്ങൾ അതിലേക്ക് നോക്കിയിട്ട് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. സ്റ്റെപ്പ് 4, അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. അഫർമേഷൻസ് പറയുമ്പം അത് പ്രസൻറ്റ് ടെൻസിലായിരിക്കുക എന്നുള്ളതാണ്. ഐ എം കോൺഫിഡൻറ്റ്, മണി ഫ്ലോസ് ടു മീ, ഐ എം സക്സസ്ഫുൾ എന്നിങ്ങനെയുള്ള അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്റ്റെപ്പ് 5, ഡെയിലി 5-10 മിനിറ്റ് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. കുറഞ്ഞത് 21 ദിവസമെങ്കിലും കൺസിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ സീക്രട്ട്. കോമൺ ആയിട്ട് പലരും നടത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ജസ്റ്റ് വേർഡുകൾ പറയുക, ഫീലിംഗ് ഇല്ലാതെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം മാത്രം ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ബിലീവ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, പ്രാക്ടീസ് തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വിശ്വാസം. പിന്നീട് വന്നോളൂ. ഇങ്ങനെ നിങ്ങൾ മിററിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളെ കാണില്ല. പകരം നിങ്ങളാകാൻ പോകുന്ന നിങ്ങളുടെ ഫ്യൂച്ചർ വേർഷനെയാണ് നിങ്ങൾ കാണുക. മിറർ കളവ് പറയില്ല. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അത് തന്നെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുതൽ മിററിനെ ഒരു സാധാരണ ഒബ്ജക്റ്റായി കാണരുത്. അതിന് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ടൂളാക്കി മാറ്റുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.